ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 43 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. 8 പേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളി, 20 പേർ പത്രിക പിൻവലിച്ചു. തർക്കങ്ങളെല്ലാം പരിഹരിച്ചെന്നും കുറ്റമറ്റ രീതിയിൽ വോട്ടെടുപ്പ് നടത്തുമെന്നും മുഖ്യ വരണാധികാരി പോൾ ടി ജോസഫ് അറിയിച്ചു. ശക്തമായ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒടുവിലാണ് 8 പേരുടെ പത്രിക തള്ളാൻ തീരുമാനിച്ചത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച രേഖകളിലെ പോരായ്മയും പേരിലെ പ്രശ്നങ്ങളുമാണ് പത്രിക തള്ളാൻ കാരണം. ശ്യാം കെ വിശ്വനാഥൻ, പി മനോജ് കുമാർ, SP തുളസീധരൻ, പി ബിജു, റെജി ചാക്കോ, കെ താലിബ്, അജിത് യൂസഫ്, SM റാഫി എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. ഇക്കാര്യത്തിൽ ഇനി ചർച്ചയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പോൾ ടി ജോസഫ് വ്യക്തമാക്കി. അതിൽ ഇനി ചർച്ചയൊന്നുമില്ലല്ലോ. നമ്മൾ കാരണം വെച്ചാൽ ആസ് പെർ ദ നോംസ് കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് അതോറിറ്റീസിൻ്റെ എസ്പെഷ്യലി ഈ വർഷം ഷാർജ ഗവൺമെൻറ് അതോറിറ്റീസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം ആസ് പെർ ഗവൺമെൻറ് കൺട്രോളിലേ പോകാൻ പറ്റുള്ളൂ. സോ എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ നൗ. നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിനെതിരെ കഴിഞ്ഞ 2 ദിവസമായി വലിയ തർക്കമുണ്ടായിരുന്നു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കരയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മുന്നണി, കെ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണി, മാത്തുക്കുട്ടി കടോണിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം മുന്നണി എന്നിവയാണ് മത്സര രംഗത്തുള്ളത്. മുന്നണി നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനം. ഞാൻ എല്ലാ കാൻഡിഡേറ്റ്സിനെ ഇപ്പോൾ കണ്ടു. അവരെല്ലാം ഒരുമിച്ച് ഇന്ത്യൻ അസോസിയേഷൻ്റെ ഇലക്ഷൻ നടത്താൻ തയ്യാറാണ്. ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ നമുക്കെല്ലാം അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റി. എവരിബഡി ഈസ് ഇൻ വൺ മൈൻഡ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 6 രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പിന്റെ നടപടികൾ ആരംഭിക്കും. അന്ന് വൈകിട്ട് 5 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുകയും രാത്രിയോടെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ 7 ഭാരവാഹികളെയും 7 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയുമാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുക. ഭൂരിപക്ഷം നേടുന്ന പാനലിന് 3 പേരെയും പ്രസിഡന്റിന് ഒരാളെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം. മാതൃഭൂമി ന്യൂസ്, ഷാർജ.